തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാമെന്ന ബി.ജെ.പിയുടെ മോഹങ്ങൾക്ക് അങ്ങനെ തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ LDFിനും അവിടെ കനത്ത ഒരു പരാജയം നേരിടേണ്ടി വന്നിരിക്കുന്നു. പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകളിൽ ഒന്നായ വിഴിഞ്ഞത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചാണ്. നേരത്തെ ഡിസംബർ 7-ാം തീയതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടെടുപ്പ് നടന്നത്. എന്നാൽ വിഴിഞ്ഞം വാർഡിലെ തെരഞ്ഞെടുപ്പ് അന്ന് അവിടുത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. അത് ഇന്നലെയാണ് നടന്നത്. മികച്ച ഒരു പോളിംഗ് ഇന്നലെ അവിടെ രേഖപ്പെടുത്തി. ഇന്ന് അതിന്റെ ഫലം പുറത്തു വരുമ്പോൾ UDF അവിടെ മികച്ച ഒരു വിജയമാണ് നേടിയിരിക്കുന്നത്. UDFിന്റെ കോൺഗ്രസിനായി മത്സരിച്ച സ്ഥാനാർത്ഥി KH സുധീർ ഖാൻ ഏതാണ്ട് 83 വോട്ടുകൾക്ക് അവിടെ LDFിനെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ കോർപ്പറേഷനിലെ UDFിന്റെ അംഗബലം 20 വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് 2020-ലെ 10 സീറ്റുകളിൽ നിന്നും അതിന്റെ ഇരട്ടി സീറ്റുകളിലേക്ക് തങ്ങളുടെ അംഗബലം വർദ്ധിപ്പിക്കാൻ UDFിന് ഈ ഒരു വിജയത്തോടു കൂടി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, തങ്ങൾ ഇത്തവണ നില മെച്ചപ്പെടുത്തും, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തങ്ങളുടെ അംഗബലം ഇരട്ടിയിലേക്ക് വർദ്ധിപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ ആ പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലുള്ള വലിയൊരു വിജയമാണ് വിഴിഞ്ഞത്ത് അവിടെ UDFിന് സ്വന്തമായിരിക്കുന്നത്. ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് വിഴിഞ്ഞം വാർഡിൽ UDFിന് വിജയിക്കാൻ കഴിയുന്നത്. 2010-ലാണ് അവസാനമായിട്ട് UDF അവിടെ വിജയിച്ചത്. 2015 എന്നാൽ LDF ആ സീറ്റ് UDFിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2020-ലും അവർ അവിടെ വിജയം ആവർത്തിച്ചു. അങ്ങനെ 2 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് വിഴിഞ്ഞം വാർഡിൽ പരാജയം നേരിട്ട UDF ഇത്തവണ ഒരു അഭിമാന പോരാട്ടമായിട്ട് തന്നെയാണ് വിഴിഞ്ഞത്തെ കണ്ടത്. മാത്രവുമല്ല ഒറ്റയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡ് കൂടിയാണ്. അവിടെ വിജയിച്ച് തങ്ങളുടെ അംഗബലം വർദ്ധിപ്പിക്കുക. നിലവിൽ 19 സീറ്റുകളാണ് UDFിന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളത്. അത് 20-ലേക്ക് ആക്കുക എന്ന ഒരു ദൃഢനിശ്ചയം കൂടി UDFിനും കോൺഗ്രസിനും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഫലമാണ് അവിടെ ലഭിച്ചത്. LDFിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ടേമായിട്ട് തങ്ങളുടെ കയ്യിലിരുന്ന ഒരു വാർഡ്, ആ വാർഡ് തങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മാത്രവുമല്ല മറുവശത്ത് BJPയും അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാണ് നടത്തിയത്. കാരണം 50 സീറ്റുകൾ BJPക്ക് NDAക്ക് ഇത്തവണ അവിടെ കോർപ്പറേഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 51 സീറ്റുകളാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെ 101 വാർഡുകളാണുള്ളത്. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് 52 സീറ്റുകൾ വേണം. അത് ഒപ്പിക്കാനായിട്ടുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു BJP. നിലവിൽ ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് BJP അവിടെ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം വാർഡിൽ വിജയിക്കുകയാണെങ്കിൽ അങ്ങനെ സ്വതന്ത്രന്റെ പിന്തുണ ഇല്ലാതെ തന്നെ തങ്ങൾക്ക് 51 എന്ന കേവല ഭൂരിപക്ഷം എന്ന മാജിക് നമ്പറിലേക്ക് എത്താൻ സാധിക്കുമെന്ന വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ രീതിയിൽ പണമൊക്കെ തന്നെ ഇറക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണമാണ് BJPയോട് നടത്തിയത്. മറുവശത്ത് LDFിനെ സംബന്ധിച്ച് അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ പിന്തുണയൊക്കെ തന്നെയുണ്ട്, ഭരണത്തിന്റെ ഒരു ആനുകൂല്യമുണ്ട്. അതെല്ലാം തന്നെ പ്രയോഗിക്കാൻ LDFും അവിടെ കിണഞ്ഞ് പരിശ്രമിച്ചു. അങ്ങനെ ഈ 2 ശക്തികളെയും തുല്യ നിലയിൽ നേരിട്ടുകൊണ്ടാണ് UDF അവിടെ മികച്ച ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം വിഴിഞ്ഞം പോർട്ട് പോലെയുള്ള ഒരു പദ്ധതി അത് കൊണ്ടുവന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ പിതൃത്വം സംബന്ധിച്ചുള്ള വലിയൊരു വിവാദങ്ങളും ഒക്കെ തന്നെ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. കഴിഞ്ഞ വർഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം നടത്തിയത്. അന്ന് UDFിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി നിർത്തിക്കൊണ്ടായിരുന്നു അത്തരമൊരു ഉദ്ഘാടനത്തിലേക്ക് LDF പോയത്. മാത്രവുമല്ല അത് തങ്ങളുടെ ഒരു കുഞ്ഞാണ്, തങ്ങളുടെ ഒരു സംഭാവനയാണ് കേരളത്തിനുള്ള, തങ്ങളുടെ ഒരു വികസന കാഴ്ചപ്പാടാണ് അതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള അവകാശവാദം വിഴിഞ്ഞം പോർട്ടിൽ അവർ ഉന്നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. മാത്രവുമല്ല കേന്ദ്ര സർക്കാർ അവര് തങ്ങളുടെ ഒരു നേട്ടമായിട്ട് അതിനെ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അവിടെ 2014-ൽ നീണ്ട ഒരു പ്രയത്നത്തിനൊടുവിൽ, കഠിന പ്രയത്നത്തിനൊടുവിൽ ആ പദ്ധതി കൊണ്ടുവന്ന ആ പദ്ധതിക്ക് തുടക്കം കുറിച്ച മുൻ മുഖ്യമന്ത്രി ജനകീയനായ ഉമ്മൻചാണ്ടിയെ എല്ലാ കാലഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഘട്ടങ്ങളിലും തിരസ്കരിക്കുന്ന അല്ലെങ്കിൽ മറക്കുന്ന ഒരു നിലപാടാണ് CPM സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. അതിനൊക്കെയുള്ള ഒരു മറുപടി എന്നുകൂടി നമുക്ക് ഈ ഒരു വിജയത്തെ വേണമെങ്കിൽ കാണാവുന്നതാണ്. എന്തായാലും വിഴിഞ്ഞം വാർഡ് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF അങ്ങനെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അവിടെ ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ 2 തവണയായിട്ട് 10 വർഷമായിട്ട് LDFിന്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റ് UDF തിരിച്ചു പിടിക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു ട്രെൻഡ് വീണ്ടും ആവർത്തിക്കുന്നു, അത് തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തുടനീളം ഈ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്ന ഒരു ഫലമായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. എന്നാൽ അത് അംഗീകരിക്കാൻ CPM-ഓ LDF-ഓ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല.
അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ വിഴിഞ്ഞം പോലൊരു വാർഡ് കഴിഞ്ഞ 10 വർഷമായിട്ട് തങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു വാർഡ് 83 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെടുമ്പോൾ CPM ഒന്നുകൂടി അവിടെ അവരുടെ ഈ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉയരുകയാണ്. അപ്പോൾ സംസ്ഥാനത്താകെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിഴലിച്ച ഒരു ഭരണവിരുദ്ധ വികാരം അതിപ്പോഴും തുടരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മാത്രവുമല്ല ഈ വിഴിഞ്ഞത്തെ വാർഡിൽ ഉൾപ്പെടെ 3 വാർഡുകളിലാണ് സംസ്ഥാനത്ത് മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഇന്നലെ നടന്നത്. ഒന്ന് ഈ പറയുന്നത് പോലെ എറണാകുളത്തെ പാമ്പംകുട പഞ്ചായത്തിലെ ഓണക്കൂർ എന്ന് പറയുന്ന വാർഡിലായിരുന്നു. മറ്റൊന്ന് മലപ്പുറത്തെ മൂത്തേടം പഞ്ചായത്തിലെ പായിപ്പാടം എന്ന് പറയുന്ന വാർഡ്. അങ്ങനെ 3 ഇടങ്ങളിലാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 2 ഇടങ്ങളിൽ UDF വിജയിച്ചു. ഒരിടത്ത് എറണാകുളത്തെ വാർഡിൽ മാത്രമാണ്, എറണാകുളത്തെ പഞ്ചായത്തിലെ വാർഡിൽ മാത്രമാണ് LDF വിജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ 3 എണ്ണത്തിൽ 2 എണ്ണം വിജയിക്കാനും UDF കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഫലം UDF അനുകൂലമാണ്. പ്രത്യേകിച്ചും ഈ വിഴിഞ്ഞത്തെ ഒരു വിജയം നോക്കുമ്പോൾ അത് UDF കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും നൽകുന്നതാണ്. 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പോഴും അത് ആളിക്കത്തി അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായിട്ട് നമുക്ക് LDF സിറ്റിംഗ് സീറ്റിലെ UDF അത്യുജ്വലമായ ഈ വിജയത്തെ നമുക്ക് കാണാവുന്നതാണ്. അവിടെ UDF വികസനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ പറയുന്നത് പോലെ കഴിഞ്ഞ 10 വർഷമായിട്ട് LDF പക്കലിരുന്നെങ്കിലും കാര്യമായി വികസനമൊന്നും ചെന്നെത്താത്ത ഒരു മേഖലയായിട്ട് വിഴിഞ്ഞം മാറുന്ന ഒരു കാഴ്ച കണ്ടു. അതിന് ഒരു പരിഹാരം എന്ന ഒരു കാര്യമാണ് പ്രചരണത്തിലുടനീളം UDF കോൺഗ്രസും ഒക്കെ തന്നെ ഉയർത്തിക്കാട്ടിയത്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ കോർപ്പറേഷനിൽ തങ്ങളുടെ അംഗബലം വർദ്ധിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി അവർക്കുണ്ടായിരുന്നു. അത് നിറവേറ്റാൻ UDF സാധിച്ചു, അത് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. LDF ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തതിലൂടെ UDF സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന ഒന്നായിട്ട് ഈ വിജയം മാറിയിരിക്കുകയാണ്.